പത്തനംതിട്ട കൂടൽ മുറിഞ്ഞകല്ലിൽ ശബരിമല തീർത്ഥാടകരുടെ ബസ്സും കാറും കൂട്ടിയിടിച്ച് 3 മരണം. മരിച്ചത് കാറിൽ സഞ്ചരിച്ചിരുന്നവർ. സുജു ടി ബാബു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുജു, എങ്ങനെയായിരുന്നു ഈ അപകടമുണ്ടായത്? ഒപ്പം പരിക്കേറ്റ മറ്റുള്ളവരുടെ ആരോഗ്യസ്ഥിതി എപ്രകാരമാണ്? ആര്യ, ഈ അപകടമുണ്ടായതിന്റെ കാരണം വ്യക്തമല്ല. സാധാരണഗതിയിൽ ഇത്രയും അപകടം ഈ മേഖലയിൽ ഉണ്ടാകുന്നത് പതിവാണ് എന്നാണ് ഇപ്പോൾ പ്രദേശവാസികൾ പറഞ്ഞത്. എന്നിരുന്നാൽ പോലും ഈ കാര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും പരിശോധനയ്ക്ക് ശേഷം മാത്രമേ കൃത്യമായ അപകട വിവരം നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുകയുള്ളൂ. സുജു, ആ കാറിന്റെ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ആ കാറ് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. അത്രയും ഇടിയുടെ ആഘാതം ഉണ്ടെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ അപകടവും അത്രയും വലുതാണെന്ന് മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും കാറിൽ നിന്ന് ആളുകൾ ഡ്രൈവർ ഉൾപ്പെടെയുള്ളവരെ പുറത്തെടുത്തുള്ള കാറ് വെട്ടിപ്പൊളിച്ചാണ് പ്രദേശവാസികൾ ഓടിക്കൂടി അങ്ങനെയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അത്രമാത്രം വലിയ ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ അതുപോലെ വലിയൊരു ഇടിയാണ് സംഭവിച്ചിരിക്കുന്നത്. അതേ തുടർന്നാണ് ഡ്രൈവർ ഈ വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന 4 പേരും മരണപ്പെടുന്ന അല്ലെങ്കിൽ മരിച്ച സാഹചര്യത്തിലേക്ക് അപകടം ആയിത്തീരുന്നത്. ഇതിൽ നെടുമ്പാശ്ശേരിയിൽ നിന്ന് വന്ന വാഹനവും കാറും ശബരിമല ആന്ധ്രാപ്രദേശ് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. മലേഷ്യയിൽ നിന്ന് ജോലി കഴിഞ്ഞ് തിരികെ എത്തിയ യുവതിയുമായി മല്ലേശ്ശേരി സ്വദേശികൾ യാത്ര ചെയ്ത വാഹനമാണ് കാറാണ് ഈ ബസ്സുമായി കൂട്ടിയിടിച്ചത്. വെളുപ്പിന് ഒരു 4 മണിയോടുകൂടിയായിരുന്നു അപകടം സംഭവിച്ചിരിക്കുന്നത്. അപകടത്തിന്റെ കാരണം വ്യക്തമല്ല. ഇതിൽ ഈ പ്രദേശവാസികൾ പറഞ്ഞ ഈ കോന്നി മുറിഞ്ഞകല്ലിൽ സംസ്ഥാന പാതയിൽ സാധാരണഗതിയിൽ ഇത്തരം അപകടങ്ങൾ പതിവാണെന്നാണ് ഇപ്പോൾ ആളുകൾ പറയുന്നത്. എന്നിരുന്നാൽ പോലും ഇതിന്റെ അപകടത്തിന്റെ കാരണം കണ്ടെത്തുന്നത് മോട്ടോർ വാഹന വകുപ്പും പോലീസുമാണ് ആ കാര്യത്തിൽ കൃത്യമായ ഒരു മറുപടി നൽകേണ്ടത്. സാധാരണ ഇത്തരം അപകടം സംഭവിക്കുമ്പോൾ ഒന്നുകിൽ അമിത വേഗത, അല്ലെങ്കിൽ ഇത് അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം, മറ്റൊന്ന് ഈ സ്ഥലം പരിചയമില്ലാത്ത തീർത്ഥാടകർക്ക്. നമുക്കറിയാം, ശബരിമല തീർത്ഥാടനത്തിലേക്ക് പലപ്പോഴും എത്തുന്ന കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് എത്തുന്ന വാഹനങ്ങൾ അപകടത്തിൽ പെടാറുണ്ട്. കാരണം ഈ ഡ്രൈവർമാർക്ക് സ്ഥലം അത്ര വലിയ കാര്യമായി പരിചയമില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലെ സാഹചര്യം പലപ്പോഴും അപകടത്തിലേക്ക് വന്നെത്താറുണ്ട്. അങ്ങനെ വിവിധ കാരണങ്ങൾ അപകട സാധ്യത മുന്നിൽ അപകടത്തിലേക്ക് നയിക്കാറുണ്ടെങ്കിൽ പോലും എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. ഈ വെളുപ്പിന് സമയം അല്ലെങ്കിൽ ഉറങ്ങിപ്പോയതാണോ, ഇനി അതല്ല ഏതെങ്കിലും തരത്തിൽ വാഹനത്തിന് കേടുപാട് പറ്റിയതാണോ എന്നുള്ള കാര്യത്തിലൊക്കെയും ശാസ്ത്രീയമായ പരിശോധനയും CCTV ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ച ശേഷം മാത്രമേ പോലീസിനും അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കും ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ സാധിക്കുകയുള്ളൂ. എന്നാൽ നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം അനുസരിച്ച് ഈ വലിയ ഒരു അപകടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അത് ഈ പുലർച്ചെ ഒരു കുടുംബത്തിലെ 4 പേരുടെ ജീവൻ കവരുന്ന തരത്തിലേക്ക് അപകടം സംഭവിച്ചിരിക്കുന്നത് എന്നത് ഏറ്റവും വേദനാജനകവും ദുഃഖകരമായ ഒരു സംഭവം തന്നെയാണ്. എന്നാലും ഈ കാര്യത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണ്. എങ്ങനെയാണ് ഈ അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നതെന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ. എന്തായാലും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതിൽ നമുക്ക് വ്യക്തമാണ് വലിയ ഒരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാകുന്ന കാര്യം കൂടിയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സുജു, പറഞ്ഞതിൽ വെച്ച് ഈ സ്ഥലം ഇതിനു മുമ്പും അപകട സാധ്യത ഉള്ള ഒരു സ്ഥലമായിട്ടാണ് കണക്കാക്കേണ്ടത്. ഈ പ്രദേശത്തെ ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണോ? ത്തിൽ നിന്നുള്ള ആളുകളെ പൂർണ്ണമായി മാറ്റുകയും ചെയ്തിരുന്നു. ആംബുലൻസ് എത്തിയാണ് ഇവരെ ആളുകളെ മാറ്റിയത്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് മല്ലശ്ശേരി സ്വദേശികളായ മത്തായി, ഈപ്പൻ, അനു, നിതിൻ എന്നിവരാണ് മരിച്ചിരിക്കുന്നത്. അതിലൊരു ഒരാളുടെ പേരോടെ ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ അപകടം വെളുപ്പിനെ 4 മണിക്ക് നടക്കുമ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ വെച്ചാണ് നമ്മളിപ്പോൾ വാർത്ത നൽകുന്നത്. വളരെ ഖേദകരവും സംഘടിതമായ ഒരു സംഭവം തന്നെയാണ്. നമുക്കറിയാം, ഒരു മലേഷ്യയിലൊക്കെ ജോലി കഴിഞ്ഞ് തിരികെ എത്തുന്ന ഒരു കുടുംബം എന്ന് പറയുമ്പോൾ വളരെ സന്തുഷ്ടമായി എത്തുന്ന ഒരു കുടുംബമാകുമല്ലോ സ്വാഭാവികമായി. അത്തരം ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അപകടം ഉണ്ടാകുന്നത് എന്നതും ഏറെ വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇപ്പോൾ ഒരു വാഹനാപകടം അത് പുലർച്ചെ സംഭവിക്കുന്നു. അത് ഒരു കുടുംബത്തിലെ തന്നെ 4 പേരുടെ ജീവൻ എടുക്കുന്നു എന്ന് പറയുന്നത് ഏറ്റവും സങ്കടകരമായ ഒരു സംഭവം തന്നെയാണ്. ഈ മല്ലശ്ശേരി സ്വദേശികളാണ് അപകടത്തിൽ പെട്ടിരിക്കുന്നത്. കോന്നി മുറിഞ്ഞകല്ലിൽ ഉണ്ടാകുന്ന ഒരു അപകടം, അതായത് ശബരിമലയിൽ നിന്ന് ഏറെ മാറിയ ഒരു പ്രദേശമാണ്. കോന്നി മുറിഞ്ഞകല്ലിൽ നിന്ന് എത്തുമ്പോൾ ആ വനപ്രദേശം മാറി ടൗണിലേക്ക് ഒരു നാട്ടിൻപുറങ്ങളിലേക്ക് എത്തുന്ന ഒരു പ്രദേശം കൂടിയാണ്.
പുന്നൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലാണ് ഈ അപകടമുണ്ടായെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു വലിയ അപകടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ ആര്യ സൂചിപ്പിച്ച പോലെ തന്നെ കാണുമ്പോൾ നമുക്കറിയാം അപകടത്തിന്റെ ഒരു വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ. അത്തരത്തിൽ ഒരു വലിയ അപകടം സംഭവിച്ചിരിക്കുകയാണ്. ഇത് ഏറെ ദുഃഖകരമായ സംഭവമാണ്. എന്തായാലും സ്ഥലത്ത് പ്രദേശവാസികൾ ഓടിയെത്തുകയും അവരാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് എത്രമാത്രം വലിയ ഒരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. അവർ പറയുന്നത് ഇത്തരത്തിൽ വാഹനത്തിൽ നിന്ന് ഇവരെ ഡോറ് വെട്ടിപ്പൊളിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കേണ്ടതായിട്ട് വന്നു. വാഹനത്തിന്റെ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് കാറിന്റെ മുൻഭാഗം പൂർണ്ണമായി തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതിൽ നിന്ന് അപകടത്തിന്റെ ഒരു വ്യാപ്തി എത്രത്തോളം വലുത് ആണെന്ന് ഉള്ള സമയം ഈ വാഹനം ഈ ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നോ അതോ ബസ് ഈ കാറിലേക്ക് വന്ന് ഇടിക്കുകയായിരുന്നുള്ള കാര്യത്തിലൊക്കെയും വ്യക്തത ഇനിയും വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും ആന്ധ്രാപ്രദേശ് നിന്നുള്ള തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനമാണ് ഈ കാറിൽ ഇടിച്ച് ഇത്രയും വലിയ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. ആര്യ.